ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canon എന്ന കമ്പനിയുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത മോണോക്രോം പ്രിന്ററായ Canon Pixma GM2070 എന്ന പ്രിന്ററിന്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ Canon Pixma GM2070 ആണ് ഈ പ്രിൻ്റർ. ഇതിൽ വേണമെങ്കിൽ കളർ പ്രിൻ്റ് ചെയ്യാം, കാരണം കളർ കാർട്രിഡ്ജ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഈ പ്രിൻ്ററിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതിനുള്ള കാർട്രിഡ്ജിൻ്റെ കോഡാണ് 741 സീരീസ് വരുന്ന കളർ കാർട്രിഡ്ജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മോഡലിൽ കളർ പ്രിൻറ്റിങ്ങും ചെയ്യാം. നോർമൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ മോണോക്രോം പ്രിൻ്ററാണ്. ബോക്സും എഴുതിയിട്ടുണ്ട്, ഇത് സപ്പോർട്ട് ചെയ്യുന്ന OSകളും കാര്യങ്ങളൊക്കെ ഈ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മൈലേജ് കാണിക്കുന്നത് ആവറേജ് മൈലേജാണ്. ഓക്കെ, നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചെറിയ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ നിയറസ്റ്റുള്ള ഓതറൈസ്ഡ് സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ആളുകൾ വന്നുകൊണ്ട് നിങ്ങൾക്കിത് ഫ്രീ ആയിട്ടുള്ള ഇൻസ്റ്റാളേഷനും ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടതെന്നല്ല ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് ഒഴിവാക്കാം. മറ്റേത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറർ ഉണ്ടായി കഴിഞ്ഞാൽ വാറണ്ടി കവറേജിൽ വരില്ല. ഓക്കെ, അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു സെറ്റിൽ 2 കേബിളുണ്ട്. ഒന്ന് പവർ കേബിളും ഒന്ന് USB കേബിളും ആണ് വരുന്നത്. ഡ്രൈവർ സൈഡിയും യൂസർ മാനുവലുള്ള ഒരു കിറ്റാണ് ഇത്. റീഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് മാറ്റി വെച്ച് ഇനി നമുക്ക് ഈ പ്രിൻ്റർ ബോക്സിൽ നിന്ന് എടുക്കാം. ആദ്യം തെർമോകോൾ റിമൂവ് ചെയ്യാം. ഓക്കെ, താഴെയാണ് ഹെഡും കാര്യങ്ങളൊക്കെ വരുന്ന സെറ്റുള്ളത്. ഇത് ഹെഡാണ് ഈ കാണുന്നത്, ബ്ലാക്ക് ഹെഡാണ് വരുന്നത്. പിന്നെ ഇത് ഇങ്ക് ബോട്ടിലാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമ്മൾ പുറത്തോട്ട് മാറ്റി വെച്ചു. ആ സീരീസ് ഇങ്ക് തന്നെ, ഈ സീരീസ് ബോട്ടിൽ ഇങ്ക് തന്നെ നിങ്ങൾ വാങ്ങണം. ഓക്കെ, വേറെ സീരീസ് ഇങ്കോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കോ ഇരിക്കരുത്. അപ്പോൾ ബോക്സിൽ നിന്നും നമ്മൾ പ്രിൻ്റർ പുറത്തോട്ട് വെച്ചു. ഈ കവർ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഓക്കെ, കവർ റിമൂവ് ചെയ്തു. ഇനി ആദ്യം ചെയ്യേണ്ടത് ഈ കാണുന്ന ഓറഞ്ച് ടാപ്പുകൾ അത് മുഴുവൻ നമുക്ക് റിമൂവ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് പ്രിൻ്റർ ഓൺ ആക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ കേബിൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഇനിയും നമുക്ക് 1-2 പ്രോസസ്സിങ് ചെയ്യാനുണ്ട്. അതിന് ശേഷമാണ് പ്രിൻ്റർ ഓൺ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഡോറ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെയെല്ലാം ആ ഓറഞ്ച് ടാപ്പുകളുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം. അതിൽ ഇവിടെയൊക്കെ ലോക്കുകളും ഈ ടാപ്പ് വഴി ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് ഉണ്ടാക്കും പ്രിൻ്ററിനെ. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ ആ ഓറഞ്ച് ടാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് ഹെഡ് ഇൻസേർട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഓക്കെ, ഹെഡ് ഇൻസേർട്ട് ചെയ്യുക പറഞ്ഞാൽ സിമ്പിളാണ്. ഡോർ ഓപ്പൺ ചെയ്യുക. ഇവിടെ CB എന്ന് കൊടുത്തിട്ടുണ്ട്. C എന്ന് പറഞ്ഞാൽ കളറാണ്. കളർ നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു ഡെമ്മി കാർട്രിഡ്ജ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി വെക്കാം. അതിനാണ് ഈ റൈസറിൽ ചെറിയൊരു ബോക്സ് ഉള്ളത്. ബോക്സിൽ ഈ ഒരു ബോക്സ് അതിനാണുള്ളത്, മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ കളർ കാർട്രിഡ്ജ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കളർ കാർട്രിഡ്ജിൽ ഇങ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ക് കഴിഞ്ഞെന്നുള്ള മെസ്സേജ് ഉണ്ടാവും, പിന്നെ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനാണ് ഡെമ്മി കാർട്രിഡ്ജ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു ലോക്ക് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്, ഓവർഫ്ലോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ അതിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഹെഡ് ഇൻസേർട്ട് ചെയ്യാം. ഹെഡ് സിമ്പിളാണ്. ജസ്റ്റ് നമുക്ക് പ്രിൻ്ററിൻ്റെ കൂടെ കിട്ടിയ ഹെഡ് ഇങ്ങനെ ഒരു ബോക്സിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ ബോക്സ് റിമൂവ് ചെയ്ത് ഈ കാണുന്ന ആ ഹെഡിൻ്റെ അകത്ത് കാണുന്ന 2 ഓറഞ്ച് ടാപ്പുകളുണ്ട്. അത് 2 റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ 2 ടാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹെഡ് കാരേജിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് ഡാമേജ് ആവാത്ത രീതിയിൽ ഹെഡിനെ ശരിക്കും കൈപ്പിടിയിൽ ഒതുക്കണം. എന്നിട്ട് കാരേജിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. ശേഷം കാരേജിൻ്റെ ലോക്ക് കണ്ടില്ലേ, ഇതേപോലെ പ്രസ് ചെയ്ത് ലോക്കാക്കുക. അതിൻ്റെ മുകളിലുള്ള ബ്ലൂ ടോപ്പും ലോക്ക് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇങ്ക് ഫില്ലിംഗ് ആണ്. ഇങ്ക് ഫില്ലിങ്ങിന് ഉപയോഗിക്കാനുള്ള Canonൻ്റെ ഇങ്കാണ് ഈ ഒരു ഇങ്ക് ബോട്ടിലാണ് വരുന്നത്. കഴിയുന്നത് നിങ്ങൾ ഓൺലൈനിൽ നിന്നും ഇങ്ക് വാങ്ങാതിരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിയറസ്റ്റ് ഷോപ്പിൽ നിന്നാണെങ്കിൽ പോലും വില കുറഞ്ഞ ഇങ്ക് ചോദിച്ച് വാങ്ങരുത്. അത് പ്രിൻ്ററിന് ഡാമേജ് ഉണ്ടാക്കുന്നത് മാത്രമല്ല വാറണ്ടി കട്ടാകും. പ്രിൻറ്റിങ് ക്വാളിറ്റിയെ തന്നെ അത് നല്ല സാരമായ രീതിയിൽ തന്നെ ബാധിക്കുന്നതാണ്. അപ്പോൾ ബോട്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്തു.
ഇതൊരു പുതിയ സീരീസ് ബോട്ടിലാണ്. കനോണിൻ്റെ പിക്സ്മ G2010 ആ സീരീസ് ഇങ്ക് ഇതിലേക്ക് സൂട്ടാവില്ല. കാരണം ഇതൊരു പ്രത്യേക സീരീസ് ഇങ്കാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ബോട്ടിൽ എടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഇതിലേക്കൊന്ന് ഇൻസെർട്ട് ചെയ്ത് ഇറക്കി വെക്കുക. ഇതേപോലെ വെച്ചാൽ മതി. ടാങ്കിലേക്ക് ഇങ്ക് ഓട്ടോമാറ്റിക് ഫില്ലായിട്ടുണ്ടാവും. ഈ ബോട്ടിലൊരു പുതിയ ടെക്നോളജിയിലുള്ളൊരു ബോട്ടിലാണ്. അതായത് നമുക്ക് ഇനി അറിയാതെ നമ്മൾ പ്രിൻ്ററിലല്ലെങ്കിലും പുറത്തോട്ട് വെച്ചാണ് നമ്മൾ ബോട്ടിൽ ചരിച്ച് കഴിഞ്ഞാൽ പോലും ഇങ്ക് ഫ്ലോ ആവില്ല. അങ്ങനൊരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇതുണ്ട്, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, നിങ്ങൾക്ക് ബാലൻസ് ഇങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് പിന്നെ ഫില്ല് ചെയ്താൽ മതി. എന്നിട്ട് ആ ലോക്കാക്കി പിന്നെ ടോപ്പ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഈ ഡോറ് ക്ലോസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് പ്രിൻ്റർ ഓൺ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ഈ സമയത്ത് നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യരുത്. പ്രിൻ്ററിൻ്റെ പവർ കേബിൾ കണക്ടിവിറ്റി ഒക്കെ ബാക്കിലാണ് വരുന്നത്. ഇത് പവർ കേബിളും മുകളിലുള്ളത് USB കേബിൾ, പിന്നെ എതർനെറ്റിൻ്റെ പോർട്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പവർ കേബിൾ കൊടുത്ത് പ്രിൻ്റർ ഓൺ ചെയ്യാം. കാരണം ഫസ്റ്റ് ഇങ്ക് ചാർജിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ എന്നുള്ളൊരു പ്രോസസ്സിങ് ഈ പ്രിൻ്ററിൽ വരുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് പ്രിൻ്റർ ഓൺ ചെയ്താൽ മതി. ശ്രദ്ധിക്കുക, ഈ സമയത്ത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് പവർ ഓഫ് ആവാൻ പാടില്ല. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിൻ്ററിന് ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ ഇങ്ക് ഇങ്ക് ലെവൽ പറ്റ സീറോ ആവാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു ബാക്കപ്പ് സോഴ്സിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് മാത്രം പ്രിൻ്റർ ഓൺ ചെയ്യുക. അതായത് UPS ഇൻവെർട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ കുറച്ചേരം ഈ ഒരു പ്രോസസ്സിങ് ഉണ്ടാവും. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയോ എന്ന് അറിയണമെങ്കിൽ ആ പവർ ലൈറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് കുറച്ച് കഴിഞ്ഞ് സ്റ്റഡി ആയി നിൽക്കും. അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്ത ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്നാണ്. അപ്പോൾ കുറച്ച് തന്നെ ആവറേജ് ഒരു 10-15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം പവർ ലൈറ്റ് സ്റ്റഡി ആയി നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ട്യൂബിലേക്ക് നോക്കി നോക്കൂ, ഇങ്കെല്ലാം ഫ്ലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് പേപ്പർ ഇൻസേർട്ട് ചെയ്താൽ ഒരു ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്ത വർക്കെല്ലാം കംപ്ലീറ്റ് ആണോ അല്ലെങ്കിൽ ഗുഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജസ്റ്റ് ഈ പേപ്പർ ഡ്രോ താഴെയാണ് വരുന്നത് ഇവിടെ. അതേപോലെ ബാക്കിൽ റിയർ പിക്കപ്പും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഹൈ GSM, അതായത് 80 GSM മുകളിലുള്ള എല്ലാ പേപ്പറും വെക്കാനുള്ള ഒരു ട്രേ ആണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള ഈ കാസറ്റ് ട്രേ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് A4 ഷീറ്റ് പേപ്പേഴ്സ് ഈ കാസറ്റ് ട്രേയിൽ നമ്മൾ വെച്ചു. ദെൻ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ബ്ലൂ ലിവർ 2 കണ്ടില്ലേ, അതെല്ലാം ഫുൾ റിലീസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഫുൾ ലൂസാക്കിയിരിക്കണം. എന്നിട്ട് പേപ്പർ വെച്ചതിന് ശേഷം ആ പേപ്പറിൻ്റെ ലെവലിനനുസരിച്ച് അത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ പ്രിൻ്ററിൽ കണക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസെർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിൽ നിന്നൊരു ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താണ് നമുക്കൊരു ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് പേജ് കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രിൻ്റ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്ത പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആണ് എന്നാണ് അർത്ഥം ഇതിൻ്റെ. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, പ്രിൻ്റർ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഓതറൈസ്ഡ് സർവീസ് സെൻ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കാരണം അവരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് വാറൻറ്റിയും കാര്യങ്ങളും കിട്ടും. മാത്രമല്ല അവരെ ആളുകൾ വന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് തരും, എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കേണ്ടത്. കാരണം ഇത് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ മറ്റൊരു കാര്യം, ഒരിക്കലും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്ക് ഇതിൽ യൂസ് ചെയ്യരുത്. അതായത് വില കുറഞ്ഞ ഇങ്കുകളൊന്നും യൂസ് ചെയ്യരുത്. കഴിയുന്നതും ഓൺലൈനിൽ നിന്ന് വാങ്ങാതിരിക്കാൻ നോക്കുക. കാരണം ഓൺലൈനിൽ വരുന്ന ഇങ്ക് പലതും 99% ഡ്യൂപ്ലിക്കേറ്റാണ് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ശരിക്കും പ്രിൻ്റർ യൂസ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, തീർച്ചയായിട്ടും റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.